പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അവരെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്, തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക, ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ഇന്നലെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു നിർത്തി ഡിവേറ്റ്, പരിശുദ്ധാത്മാവ് ഡിവേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്കിൻ്റെ സാക്ഷ്യം. അപ്പോൾ ഡൊമിനിക്കിന്
നല്ല കാലത്ത് ഉടമ്പടി എടുത്ത ആളാണ്. അങ്ങനെ ഞാൻ ആ സാക്ഷിയാണ് ആദ്യം കേൾക്കുന്നത്. ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തതെന്ന്. അപ്പം പക്ഷെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ, വീട്ടിലിരുന്ന് തീരുമാനിച്ചു എന്തിനാ ഉടമ്പടി എടുക്കണമെന്ന് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ദുരന്തം ഉണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അതാണ്. അപ്പം ഇവിടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലത്. വീട്ടിലൊന്നുമില്ല, അമ്മയെ പോയി കുറച്ചുകൂടി കൊള്ളാവുന്ന സ്പിരിച്വൽ ലൈഫ് ചിട്ടയായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴാണ് ഈ ജീസസ് യൂത്ത് ഫുൾ ടൈമറായിട്ടുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത്. അവിടെ ലൈഫ് ഇത് ഓക്കെയാണ് ശരിക്കും. അപ്പം അവർക്ക് പക്ഷെ അവർ ഉടമ്പടി എന്നുള്ള ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഉടമ്പടി എടുത്താൽ ലൈഫ് കുറച്ചുകൂടി ചിട്ടയാകും. പിന്നെ മണ്ടേറ്ററി ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഓപ്ഷണലായും പേഴ്സണലുമായിട്ടല്ലാതെ മണ്ടേറ്ററി ആയിട്ട് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളാത്ത രീതിയിൽ നമ്മളെ ശരിക്കും ഉടമ്പടി ബൂസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നമുക്ക് ആ ഉടമ്പടി വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണത് ഇവിടെ. പക്ഷേ ഇവർ ഭാര്യയും ഭർത്താവും കൊച്ചും കൂടി വന്ന് കൃപാസനത്തിനകത്ത് ചവിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. ഇവർ ഐസായിപ്പോയി. അപ്പോൾ പറഞ്ഞത് ഇത് അമ്മ അന്ന് അച്ഛനോട് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പം ഞങ്ങളോട് പറയണമെന്ന്. ദൈവമേ എന്ത് ദുരന്തമായിരിക്കും, എന്ത് ദുരന്തമായാലും അമ്മ ഉണ്ടാകുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ റോമിക എന്ന് പറയുന്ന മകളില്ലേ, അവളെന്നെന്തോ 10ാം ക്ലാസ്സിലാണ് മറ്റേ പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ബ്ലാങ്കായിപ്പോയി. ബ്ലാങ്കായിപ്പോയി അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണില്ല. ആ റോമിക അതിനെക്കുറിച്ച് റോമിക സാക്ഷ്യം പറയുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് ട്രോമറ്റൈസ്ഡ് എന്നാണ്. വെച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ട്രോമ ഇല്ല, ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകും. ചില ആൾക്കാരുടെ ട്രോമ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിയുമ്പോൾ കണ്ണ് കൃഷ്ണമണിയൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ കൃഷ്ണമണി ഉണ്ടാകും, കാഴ്ച ബ്ലോക്കാവും. അത് നമ്മുടെ തലച്ചോറില്ലേ, തലച്ചോറ് ഹൈപ്പർ ടെൻഷൻ അടിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് നമ്മളുടെ കോർണിയയിലേക്കുമുള്ള ഇതില്ലേ, നമ്മളുടെ ഞരമ്പില്ലേ, സൂക്ഷ്മമായ ഞരമ്പിലില്ലേ, അവിടെ ഒരിഷ്ടം ബ്ലോക്കായി പോകും. അപ്പോഴാണ് ഈ കണ്ണ് തുറന്നിരിക്കും പക്ഷെ കാഴ്ച കാണത്തില്ല. ട്രോമയുടെ ഒരു ലക്ഷണമാണത്. ഞാനത് എൻ്റെ നോവലിന് വേണ്ടി പഠിച്ചതാണ്. ഞാൻ ആ ലാസ്റ്റ് ഗസ്റ്റ് ഓഫ് നോവൽ എഴുതിയ കാലത്ത് അതിലൊരു ആളിന് ട്രോമ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മെഡിക്കൽ മേഖലകൾ പഠിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയത്. നമ്മളിങ്ങനെ പഠിക്കും, പക്ഷേ നമുക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കും പക്ഷെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാങ്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്ന് അവൾ പരീക്ഷ തോറ്റു. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ല, ഇത് കളിയല്ല, കാര്യമാണ്. മനസ്സിലായില്ല. ഏറ്റവും നല്ല റാങ്ക് വാങ്ങിച്ച് പഠിച്ച കൊച്ചാ അല്ല. പക്ഷേ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷൻ കയറി. ചിലപ്പോൾ കോമ്പറ്റീഷൻസ് വരുമ്പോഴേ, കോമ്പറ്റീഷൻസ് ഇല്ലേ, മറ്റു കുട്ടികളുമായിട്ട് കോമ്പറ്റീഷൻ, എനിക്കുള്ളത് അത് റാങ്ക് മേടിക്കാനും IASന് റാങ്കിനും ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഫീൽഡില്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഈ കോമ്പറ്റീഷനും കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഷോക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാര്യം കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് കുട്ടിക്കാലങ്ങളെ കോമ്പറ്റീഷൻ ഒഴിവാക്കണം. ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ സായിപ്പന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ അവരെന്ത് കാണിക്കുന്നു അത് നമ്മളിവിടെ കോപ്പിയടിക്കും. അതായത് അങ്ങനെയാണ് ചെയ്യണം. ഇപ്പോൾ സായിപ്പന്മാരുടെ കൂടത്തിൽ ആ പിള്ളേർക്കൊന്നും ടെൻഷൻ ഇല്ലല്ലോ. കാര്യം വഴക്കൊന്നും പറയാം, അവർ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്ക് വേണേൽ പോലീസിൽ വിളിച്ച് പറയാം, ഡാഡിനെയും കൊണ്ട് പോലീസ് പോകും. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വെള്ളക്കാരുടെ കുഞ്ഞുങ്ങളിങ്ങനെ അമൂൽ കുഞ്ഞുങ്ങളെപ്പോലെ അങ്ങനെ വളരുകയാണ്. നാളെ കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഈ സൈക്കോളജിസ്റ്റുകൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശരിക്കും സൈക്കോളജിസ്റ്റുകൾ തിയററ്റിക്കലായിട്ട് ഈ വിഷയങ്ങൾ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അടി കൊടുത്ത് വളർത്തേണ്ട പാട്ടി കൃത്യമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്? എന്താണ്? പ്രഭാഷകൻ 30:8 മെരുക്കാത്ത കുതിര
ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രനായാലും പുത്രിയായാലും തന്നിഷ്ടക്കാരനാകും. അവരാണ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ ഇവരുടെ ഫെഡറൽ റിപ്പോർട്ടല്ലേ, ഫെഡറലിസ്റ്റ് ഇവരെങ്ങനെ വെച്ചാൽ ഈ ബൈബിളൊക്കെ മാറ്റി വെച്ചത്, യൂറോപ്യൻസ് അങ്ങനെ ഒരു റാഷണലിസം കയറിയിട്ട് ബൈബിൾ മാറ്റി വെച്ച് ദൈവം അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു. ഇപ്പം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരികടോ. നമ്മൾ കണ്ട സ്വപ്ന ഭൂമികളൊക്കെ ഇല്ലേ, അത് ഞാൻ എല്ലാ രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല, അത് ശരിയാകത്തില്ല. പലയിടത്തും നാഷണൽ ഹൈവേ നന്നാക്കിയിട്ടില്ല. സാമ്പത്തികമായി ശരിക്കും ഒരു പാപ്പരടിച്ച രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്. പണ്ട് എന്ത് സ്മാർട്ടായിട്ട് കിടന്ന രാജ്യങ്ങളാണിത്. ഇവർ ദൈവത്തെ മാറ്റി നിർത്തി ഓരോരോ കാര്യം പറയുന്നതനുസരിച്ചിട്ട് ആ പ്രൊട്ടക്ഷൻ പോകത്തില്ലേ, ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പോകും. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യങ്ങളും പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൂമി കുലുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കാൻ പറ്റുമായിരിക്കും ചില സമയത്ത്. നമുക്ക് ഒരു നേരത്തെ അറിവ് കിട്ടിയാൽ മാറി താമസിക്കാൻ പറ്റും. പക്ഷേ ഈ അറിവ് കിട്ടാത്ത രാജ്യങ്ങളിലും ആൾക്കാർ എന്തുമാത്രം മരിക്കുന്നു, അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒരു നിരാലംബര. അവിടെ ദൈവത്തിന് മാത്രമേ ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഭൂമിയിലേക്കാരും അങ്ങനെയാണ്. അപ്പം അമ്മ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ദുരന്തം ഉണ്ടാകാൻ പോലും കേട്ടോ, പ്രാർത്ഥിക്കണമെന്ന്. അവരെന്ത് ചെയ്തു? അവർ ടൈറ്റപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് ഈ ബ്ലാങ്ക് വന്നപ്പോഴേ രോമിക്കയ്ക്ക് ഈ ബ്ലാങ്ക് വന്നല്ലേ, അവർ കുലുങ്ങിയില്ല. കാര്യം എന്താ? അമ്മ കൃപാസനത്തിൽ പറഞ്ഞായിരുന്നു, അതെന്താ സീസൺ മാറാൻ പോകുന്നുണ്ടോ, സീസൺ മാറാൻ പോകുന്നു. അപ്പോൾ റോമിയുടെ അമ്മ പറഞ്ഞ്, റോമിയെ ഇനി നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇപ്പം ഞാനും അപ്പായും ഉടമ്പടിയിലാണ്, നീയും കൂടി ഉടമ്പടി എടുക്കണം. അപ്പോൾ റോമി അത് അനുസരിച്ചു. അതാണ് അവളുടെ വിജയം എന്ന് പറഞ്ഞത്. അവളനുസരിച്ച് അവളൊന്ന് ഉടമ്പടി എടുത്തിട്ട് അവൾ ഉടമ്പടി തൈലം നെറ്റിക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ രോഗവും മാറി. അവൾ ഓക്കെ ആയതല്ല, അവളുടെ പിന്നീടുത്ത പരീക്ഷയ്ക്കൊക്കെ 84% വരെ മാർക്ക് കിട്ടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നെ അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കുന്നു. ഇനിയും ഇവിടെ വരുന്ന ഓരോ മക്കളും ഭാഗ്യം ചെയ്തവരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മാതാവ് ആകർഷിക്കാതെ ആർക്കും ഈ സ്ഥലത്ത് വരാനോ നമുക്ക് രക്ഷപ്പെടാനോ പറ്റത്തില്ല. ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു രക്ഷ ഇവിടെ ഉണ്ട്, അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇത്രയും പറയുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണം. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ
ജോസഫ് അച്ഛനും ഇതുപോലെ ഒരു വലിയ സമൂഹവും രായും പകലും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മളിതുപോലെ വന്ന് സാക്ഷ്യങ്ങൾ പറയാൻ നമുക്ക് ഒക്കുന്നത്. ഇനി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കണം. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗസ്ഥനായ പിതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഒപ്പം പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛനെയും ടീമിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിൻഡ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ 2023 സെപ്റ്റംബർ 8-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിലൊരു നിയോഗമായിരുന്നു എനിക്ക് ഒരു ജോലി. ഞാൻ 7 വർഷമായി ജോലിക്ക് പോകണില്ലായിരുന്നു. ഞാൻ നേഴ്സാണ്. അതിലതുപോലെ തന്നെ എൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതത്തോടു കൂടി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റണം എന്നുള്ളത്. അങ്ങനെ ഡിസംബർ 15-ാം തീയതി എനിക്ക് ഹെൽത്ത് സെൻറ്റർ വഴി, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ NRHM വഴി ഒരു ജോലി കിട്ടി. ആ ജോലിയിൽ ഞാൻ നാളെ ജോയിൻ ചെയ്യാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോ വഴിയുള്ള ഈശോയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത്. നാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടൊരു ബുക്കായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഞാൻ 2009 പഠിച്ചിറങ്ങിയത്. അതിനുശേഷം ഞാൻ വേറൊരു പഠനത്തിനായിട്ട് ഞാൻ പോയിട്ടില്ല. GNM കംപ്ലീറ്റ് ആണ്, പക്ഷേ BSc അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അന്ന് ഞാൻ ബുക്ക് അടച്ച് വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പ്രിപ്പയർഡ് ചെയ്തില്ല പോയത്. പക്ഷേ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിലുള്ള എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ ഉപയോഗിച്ചു. മാതാവേ, എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി മാത്രം എനിക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ പോയി. നേരത്തെ ഹസ്ബൻഡ് ജോലിക്ക് വിടാൻ എന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ അടുത്തുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ അന്വേഷിച്ചു, ജോലി കിട്ടാമായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഒരു സമ്മതം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അവിടെ ഒന്നും കയറിയില്ല. ഇപ്പോൾ ഈ ജോലി കിട്ടി. അതിന് മുമ്പ് ഈ ജോലി കിട്ടിയത് ദൂരെയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സമ്മതത്തോടു കൂടി എനിക്ക് പോകാൻ സാധിച്ചു. അതുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും മാതാവും ഈശോയോടുള്ള ഏറ്റവും എൻ്റെ നന്ദി പറയലും. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് എങ്ങനെ ഒരു പേടി കൂടാതെ ഞാൻ നല്ല രീതിയിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മക്കൾക്കായാലും എന്നേക്കാളും വിശ്വാസമാണ് അവരിൽ. കാരണം ഞാൻ ഉടമ്പടി എടുത്തു വന്നത് മുതൽ അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും വെളിച്ചെണ്ണ അല്ലെങ്കിൽ തൈലം ഇല്ലാതെയോ അല്ലെങ്കിൽ നേർച്ച വസ്തുവായി തേനില്ലാതെ എൻ്റെ മക്കളത് ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല. കാരണം അവർക്ക് ചെറിയ ഒരു ചുമ വന്നാൽ പോലും അമ്മേ എനിക്ക് തൈലം താ, ഞാൻ അത് കുടിച്ചാൽ എനിക്ക് മാറും, എനിക്ക് ആശുപത്രിയിൽ പോകണ്ട. അത്രയ്ക്കും വിശ്വാസത്തിലാണ് എൻ്റെ മക്കൾ ജീവിക്കുന്നത്. അതിലേറെ വിശ്വാസത്തിൽ ഞങ്ങളും. ഈ അനുഗ്രഹം തേടിത്തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ മാസം ഞാൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഇന്ന് വരെ ഞാൻ 1 മാസത്തോളം മുടങ്ങാതെ ഇവിടെ വന്ന് പത്രം വാങ്ങിക്കുകയും അത് വീടുകളിൽ കയറി വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ പള്ളിയിലെ പല സംഘടനകളിലും, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ അതുപോലെയുള്ള എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കാറുണ്ട്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ സംഘടനകളിലെല്ലാം ചേരാനും അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചത്. ഈ അനുഗ്രഹമൊക്കെ തന്ന ദൈവത്തിന് മാതാവിനും 1000 നന്ദി. അതുപോലെ ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിലും എൻ്റെ കൂടെ എൻ്റെ യേശുവും മാതാവും കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ പോകട്ടെ. പെൻഷൻ വാങ്ങണമെങ്കിൽ 6 ലക്ഷം രൂപ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു. അന്ന് രാത്രിയിൽ ഈശോ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം അച്ഛൻ എന്നെ വിളിക്കുകയും അച്ഛൻ ത്രൂ എനിക്ക് ഒരു 3 ലക്ഷം രൂപ തരികയും ചെയ്തു. അങ്ങനെ ആ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ നിയോഗം, എൻ്റെ ചെവി 2015 മുതൽ എൻ്റെ വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെടുകയും ചെവിയിലൂടെ പഴുപ്പ് വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനുശേഷം ഞാൻ 2018 ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയും ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും എൻ്റെ ചെവി പഴയതുപോലെ ആവുകയും വീണ്ടും ഒരു ഓപ്പറേഷൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഞാൻ പരിശുദ്ധ അമ്മയോട് ഇവിടെ വന്ന് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചു, നിയോഗം വച്ചിരുന്നു.
അപ്പോൾ ആദ്യത്തെ വട്ടം നിയോഗം വെച്ചപ്പോൾ എൻ്റെ ചെവി, ഞാൻ നിയോഗം വെച്ചു വീട്ടിൽ പോയി, എൻ്റെ ചെവി സുഖമായില്ല. രണ്ടാമത്തെ വട്ടം ഇവിടെ വന്ന് നിയോഗം വെക്കാൻ വിട്ടുപോയി. ഞാനിവിടെ വന്ന പരിശുദ്ധ അമ്മയുടെ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചെവി സുഖപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ചെവിക്ക് പഴുപ്പ് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ തൈലം വെച്ച് 2 ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കയ്യിലെ വേദന മാറുകയും കാലിൽ നീര് വരികയും ചെയ്തിരുന്നു. അതും ഇല്ലാതായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് കൃപാസനത്തിൽ പോയി പറയണമെന്ന്. ഞാൻ അതുകൊണ്ടാണ് ഇതിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടാതെ എനിക്ക് പറ്റുന്നതുപോലെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന മാസികകളെല്ലാം ഞാൻ എല്ലാ സ്ഥലത്തും കൊടുക്കുകയും രോഗികളായി കിടക്കുന്നവരുടെ വീട്ടിൽ പോവുകയും എൻ്റെ മൊബൈലിലൂടെ അവർക്ക്